നമ്മളിവിടെ നിന്ന് ചെയ്യാൻ പോകുന്ന മധുരക്കിഴങ്ങ് കൃഷിയാണ്. പെട്ടെന്ന് വിളവ് എടുക്കേണ്ട രീതിയിലുള്ള കൃഷിയാണിത്. 3 മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കൂടുതൽ വളമൊന്നും ചെയ്യേണ്ട, പുല്ലും കാടും കെട്ടാതെ നോക്കിയാൽ മതി. നമ്മളെ പറമ്പ് പുല്ലും കാടൊക്കെ കെട്ടിക്കിടക്കുന്ന പറമ്പുള്ള ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ കൃഷിയാണിത്. കൂടുതൽ മുതൽ മുടക്കില്ല, ഇതിന് ഒരു ചിലവുമില്ല. നമ്മൾ നട്ടുള്ള ചിലവ് മാത്രമേ നമുക്കിതിന് വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു വിളവ് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. മധുരക്കിഴങ്ങ് നല്ല ഇതായിട്ടുണ്ടാവും. അപ്പോൾ പല രീതിയിലുള്ള മധുരക്കിഴങ്ങ് ഉണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുന്നത് ആ ചുവന്ന മധുരക്കിഴങ്ങാണ്. അത് നല്ല വിളവ് കിട്ടും, അതാണ് നല്ലത്. മറ്റേത് കുറേ വള്ളി പടർന്നു പോയാൽ അതും കിഴങ്ങ് കമ്മിയായിരിക്കും. ഇതിനങ്ങനെയല്ല, കൂടുതൽ വള്ളി പടർന്നു പോകാൻ ഒരിക്കലും നമ്മൾ സമ്മതിക്കാനും പാടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. കൂടുതൽ നിലത്ത് കൂടി പടർന്ന വള്ളിയൊക്കെ എടുത്തിട്ട് ഈ തടത്തിൻ്റെ മുകളിലേക്ക് തന്നെ ചുരിച്ചിടണം. അല്ലെങ്കിൽ എന്താണ്, കൂടുതൽ പടക്കണ വള്ളി കിഴങ്ങിന് അടിയിലുള്ള കിഴങ്ങ് കമ്മിയായിക്കാറ്. ഈ പടക്കുന്ന സ്ഥലത്ത് കൂടിയൊക്കെ ചെറിയ ചെറിയ ഇതുണ്ടാവും എന്നല്ലാതെ അത് കാര്യത്തിൽപ്പെടുകയും ചെയ്യില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമുക്ക് നല്ല വിളവ് കിട്ടുകയും ചെയ്യും. നമ്മൾ കൃഷി ഒരുപാട് കാലമായിട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവരും നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. പുതിയ ആളാണ്. എല്ലാ കൃഷിയുണ്ട് നമുക്ക്. ചേമ്പ്, ചേന, മഞ്ഞൾ, ഇഞ്ചി, പൂള, എല്ലാ കൃഷിയുണ്ട്. അപ്പോൾ എല്ലാ കൃഷിയിലും വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ ചാനൽ തുടങ്ങിയതാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു കൃഷി അറിവുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അങ്ങനെയാണ് മധുരക്കിഴങ്ങ്. ഇപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, കൂർക്ക നടുന്നത്. എനിക്ക് നല്ലോണം വ്യൂസ് കിട്ടി. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം എല്ലാവരും. ഇങ്ങനെയാണ് ഞാൻ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യല്. ഞാൻ മധുരക്കിഴങ്ങ് ഒരുപാട് കാലമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കുറേ തണ്ട് നീളത്തിലാക്കി മുറിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ നമ്മളനുഭവം ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന് വിളവ് കമ്മിയാണ്. ഇങ്ങനെ ഞാൻ ചെറിയ കഷ്ണം പീസാക്കി ഇത് കുറച്ച് ചരിച്ചാണ് വെക്കുന്നത്. അതിന് അത്യാവശ്യം നല്ല വിളവ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ 10-15 ദിവസം കഴിഞ്ഞാൽ അതൊന്ന് തെളിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് രാസവളം മുകളിൽ കൂടെ വെതറി പിന്നെ കുറച്ച് മണ്ണിട്ട് കൊടുക്കും. പിന്നെ വേറെ ഒന്നും ചെയ്യില്ല, പിന്നെ പറിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കാട് കയറുകയാണെങ്കിൽ അതൊന്ന് പറിച്ച് കളയുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കാട് കയറാതെ, പുല്ലും കാടും കൂടുതൽ കയറാതെ നോക്കുക. പുല്ലും കാടും കൂടുതൽ, എല്ലാ കൃഷിയും അങ്ങനെ തന്നെയാണ്. പുല്ലും കാടും കൂടുതൽ കയറി കഴിഞ്ഞാൽ അതിന് വിളവ് കമ്മിയായിക്കാറും. നമ്മളെ കൃഷി രീതി ഇങ്ങനെയാണ്. അപ്പുറത്ത് ഇതിങ്ങനെ നട്ടുകയാണ്, അതിന് പറിച്ചു കൊണ്ടിട്ടാണ് ഇത് നടുന്നത്. ഇവിടെ കുറച്ച് സ്ഥലം കൂടി കാടുണ്ട്, അതെല്ലാം ഈ കൃഷി തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ച് കാനലുള്ള സ്ഥലത്തും ഇത് നടാം. കൂടുതൽ വലിയ കാനലിൽ പറ്റില്ല എന്നുള്ളൂ. ചെറിയ കാനലിലൊക്കെ ആണെങ്കിലും ഇത് നല്ലോണം കിട്ടും. പിന്നെ വേറെ വളങ്ങളൊന്നും ആവശ്യമില്ല. ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ചാണകപ്പൊടി എൻ്റെ അഭിപ്രായത്തിൽ അത്ര നല്ലതല്ല.